4 മേശകളിലും ആയി സർവീസ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു. ഒപ്പം തന്നെ ഒരു മേശയിൽ സർവീസ് വോട്ടുകൾ എണ്ണുന്നു. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. ഒപ്പം തന്നെ സർവീസ് വോട്ടുകൾ 100-ൽ താഴെ ഉണ്ട്. ഇത് എണ്ണിത്തീർന്ന് ഇതിൻ്റെ ആദ്യ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ടാവും എന്നാണ്. ഔദ്യോഗികമായി ഇതൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സമാന്തര സംവിധാനങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഏർപ്പെടുത്താറുണ്ട്. അനൗദ്യോഗിക വിവരങ്ങൾ എല്ലാ മാധ്യമങ്ങളും നൽകാറുണ്ട്. എന്തായാലും 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമായി തുടങ്ങും. നമുക്കറിയാം, പോസ്റ്റൽ വോട്ടുകളും തപാൽ വോട്ടുകളും അത് ജനകീയ വികാരത്തിൻ്റെ നേർപ്രതിഫലനം ആകണം എന്നൊന്നുമില്ല. എങ്കിൽ പോലും എങ്ങനെയാണ് നിലമ്പൂർ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങി വെക്കുന്നത് എന്ന് ആ സമയത്ത് പറയാൻ കഴിയും. പിന്നീട് നമ്മൾ ഇന്ന് തുടർച്ചയായി അറിയിച്ചു കൊണ്ടിരുന്നത് പ്രകാരം വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല് എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകൾ ഓരോന്നായി എണ്ണിത്തുടങ്ങും. പഞ്ചായത്ത് തിരിച്ച് തന്നെ ആയിരിക്കും നമുക്ക് വോട്ടെണ്ണൽ വിവരങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിലമ്പൂർ ചിന്തിക്കുന്നത് എന്ന് ആദ്യ ഫലം വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നിരീക്ഷകർക്ക് പറയാൻ കഴിയും. വിശകലനത്തിന് സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വഴിക്കടവ് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നേരിയ മേൽക്കൈ LDF നേടിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ വോട്ടെണ്ണൽ, അവിടുത്തെ വോട്ട് ഫലം വരുന്നത് എന്നത് മുതൽ നമ്മുടെ വിശകലനങ്ങൾ ആരംഭിക്കുകയായി.